എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള നിങ്ങളുടെ ഓരോ ലൈക്സും ആണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തൊക്കെ നമ്മൾ കണ്ടു. ബാലൻ ഉദ്ദേശിച്ചേക്കാളും പണച്ചിലവും ഒക്കെ ഉണ്ടായി, ഡ്രസ്സിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. ബാലന് അത്രയൊന്നും പ്രതീക്ഷയില്ല. ഇനി കല്യാണ ചെലവിന് വേണ്ടി വേറെ പൈസ ഉണ്ടാക്കണം. അതിനെക്കുറിച്ചൊക്കെ ബാലന് നല്ല ടെൻഷനുണ്ട്. എന്ത് ചെയ്യണം എന്നറിയ ചിന്തയിലാണ് ബാലനിങ്ങനെ ഇരിക്കണേ. പക്ഷെ കല്യാണം അത് അതിഗംഭീരമായിട്ട് നടത്തണം. നാടെങ്ങും വിളിച്ച് നല്ല ആഘോഷമായിട്ട് തന്നെ നടത്തണം. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. അങ്ങനെ ചില ചിന്തകളൊക്കെ ബാലന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇത്രയൊക്കെ ആയി നനഞ്ഞിറങ്ങി ഇനി കുളിച്ചു കയറാതെ പറ്റില്ലല്ലോ. ആ സമയം ഉദയഭാനു ശ്രീകലയ്ക്കും ശ്രീദേവിക്കും ഒക്കെ നല്ല ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണമെന്ന്. കല്യാണത്തിന്റെ ചെലവുകളും കാര്യങ്ങളും. കല്യാണത്തിന് ചെലവാക്കാനായിട്ട് 5 പൈസ പോലും കയ്യില്ല. പക്ഷേങ്കില് അത്യാവശ്യം കുറച്ച് ആൾക്കാരെ വിളിക്കണം. അപ്പൊ അവർക്കൊക്കെ സദ്യ കൊടുക്കേണ്ട എന്റെ ബാലിന്റെ തലയിലേക്ക് കെട്ടിവെക്കണം. പകുതി പൈസ കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു പൈസ പോലും കൊടുക്കാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോണം. അങ്ങനെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് പിറ്റേ ദിവസം തന്നെ ബാലൻ പന്തലിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഇനിയിപ്പൊ കല്യാണത്തിന് അധിക ദിവസമില്ല. പന്തൽ പണിക്കാരൊക്കെ അങ്ങനെ വരുവാണ്. സാധനങ്ങളൊക്കെ ആയിട്ട് കസേരയൊക്കെ ആയിട്ട് വന്നു. ബാക്കി സാധനങ്ങളെല്ലാം കൊണ്ട് നടക്കുവാണ്. ആ സമയം ബാലൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. എന്തൊക്കെ ചെയ്യണം വേണ്ട എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അപ്പോഴേക്കും ആനന്ദും ധർമ്മനും ഒക്കെ ഇറങ്ങി വരുവാണ്. പിന്നീട് ബാലൻ പറഞ്ഞു, എല്ലാത്തിനും നിങ്ങൾ മേൽനോട്ടം വഹിച്ച് ഇവിടെ ഉണ്ടായിരിക്കണം. ഞാൻ കടയിലേക്ക് പോയാലും ഒന്നിനും ഉഴപ്പൊന്നും വരുത്തല്ല, അറിയാലോ. എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടു നിന്ന് ഇവരെ കൂടി ചെയ്യിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കഴിഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനാണ് അപ്പുറത്ത് കൃഷ്ണമംഗലത്ത് നിന്ന് അച്യുതനും അലോക്കും കൂടെ ഇറങ്ങി വന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലന്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ ഉണ്ടായി. കാരണം 2, 3, 4 വട്ടം തന്റെ ആനന്ദന്റെ വിവാഹം മുടക്കിയതാണ് ഇവര്. അങ്ങനെ ഇവരെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നല്ലൊരു പണി തന്നെ കൊടുക്കണ്ടേ എന്ന് വിചാരിക്കുകയാണ്. പിന്നീട് ആ പന്തൽ പണിക്കാരണ്ട് പറഞ്ഞു, അതെ, കാര്യങ്ങളൊക്കെ നല്ല അതിഗംഭീരമായിരിക്കണം എന്നറിയാം. ഒന്നിനും ഒരു കുറവ് വരത്തില്ലെന്ന് പറയണം. ധർമ്മം വന്നിട്ട് ചോദിച്ചു, അല്ല എന്തിനാളിയാ ഇത്രമാത്രം സ്പീക്കറുകളും കാര്യങ്ങളൊക്കെ? ഇതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിക്കാം. ഇതൊക്കെ വേണം. കാരണം നാടൊട്ടൊക്കെ അറിയണം ഇവിടെ കല്യാണമോ നടക്കാൻ പോണേന്ന്. നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ വെക്കണം. അങ്ങനെയാണെങ്കിൽ വല്ല പഴഞ്ചൻ പാട്ടും ആയിരിക്കും അല്ലേന്ന് ചോദിക്കാം. ജാമ്പോന്റെ കാലത്തുള്ള പാട്ടൊക്കെ ആയിരിക്കും വെക്കാൻ പോണേ. അതൊന്നുമല്ല, എല്ലാ ട്രെൻഡിങ് പാട്ടൊക്കെ കാണും. നീ കണ്ടോ ധർമ്മ എന്താ നടക്കാൻ പോണേന്നുള്ള കാര്യം. പിന്നീട് അയാള് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബാലൻ പെട്ടെന്ന് പറഞ്ഞു, അവിടെ ഒന്ന് നിന്നേന്ന് പറയാണ്. ഈ സമയം അച്യുതന് അലോക് കാറെ കയറാനായിട്ട് തുടങ്ങുകയാണ്. പെട്ടെന്ന് ബാലന്റെ ഈ പറച്ചിൽ കേട്ടപ്പോൾ കാറെ കയറാൻ തുടങ്ങി. അവർ ഒരു നിമിഷം നിന്നു. ഈ സമയം ബാലൻ പന്തല് സാധനങ്ങൾ കൊണ്ടുവന്ന് അയാളോട് പറഞ്ഞു, അതെ, ഒന്നിനും ഒരു കുറവ് വരുത്തില്ലെന്ന് പറഞ്ഞല്ലോ. സീരിയൽ ബൾബ് ഇവിടം തൊട്ട് അവിടം വരെ ഫുൾ അലങ്കരിച്ചിരിക്കണം. രാത്രിയെന്നോ പകലെന്നോ നമുക്ക് അറിയാൻ പാടില്ലാത്ത വിധം വേണം മൊത്തം അലങ്കരിക്കാനായിട്ട്. എപ്പോഴും തെളിഞ്ഞു തന്നെ നിൽക്കണം. അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഗംഭീരമായിരിക്കണം. ഇങ്ങോട്ട് കയറുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് അലങ്കരിക്കണം. ഈ ബാലന്റെ വീട്ടിൽ കല്യാണം നടക്കാൻ പോവാണ് എന്നൊരു ചിന്തയൊക്കെ എല്ലാവർക്കും ഉണ്ടാകണം. നാട്ടുകാരൊക്കെ അത് അറിയണമെന്ന് പറയണം. പിന്നീട് ആനന്ദനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഇത് എന്റെ മൂത്ത മോനെ, ഇവന്റെയാണ് കല്യാണം നടക്കാൻ പോണെന്ന് പറയാം. കെട്ടാൻ പോകുന്ന അതിസുന്ദരിയായിട്ടൊരു പെണ്ണിനാ. പോരാത്തിന് കോടീശ്വരി, ബിസിനസ്സുകാരവരെന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് അയാള് എല്ലാത്തിനും തല ഒലുക്കുവാണ്. പിന്നീട് പറഞ്ഞു, അതുപോലെ തന്നെയാണ് സദ്യയും കാര്യങ്ങളൊക്കെ ഇവന്റ് മാനേജ്മെന്റിനെ ഒക്കെ ഏൽപ്പിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു ബാലിനെ കൂടെ ചുമ്മാ തള്ളി അങ്ങോട്ട് വിടുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാളോട് ശരിയെന്ന് പറയണേ. ഈ സമയം അച്യുതനും അലോക് പരസ്പരം നോക്കണം. അലോക് അച്യുതനോട് പറഞ്ഞു, അയാളുടെ അഹങ്കാരം കണ്ടില്ലേ അച്ഛാ, ഈ കല്യാണം എങ്ങനെയും മുടക്കിയാൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടു നിൽക്കുമെന്ന് പറയണം. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ പണി പാളൂന്ന് പറയണം. അച്യുതൻ പറഞ്ഞു, അതിനുള്ള പണി ഞാൻ കൊടുത്തോളാന്ന് പറയണം. അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല. കല്യാണ വീട് നമുക്ക് മരണ വീടാക്കണമെന്നൊക്കെ പറയാം. അതോർത്ത് നീ പേടിക്കണ്ട. എന്തിനും ഏതിനും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയണം. പിന്നീട് അവരെ രണ്ടും കാറി കയറി പോവാണ്. അവര് പോകുന്ന കാഴ്ച കണ്ടപ്പോഴത്തേനും ധർമ്മന് ഒരു കാര്യം മനസ്സിലായി. അളിയൻ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാണ്. അത് അവർക്ക് ഇൻസൾട്ട് ആയിട്ടുണ്ട്. ദൈവമേ, ഇനിയിപ്പം താൻ അങ്ങോട്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേനും തന്റെ നേരെ ആയിരിക്കും അവരെല്ലാരും കൂടെ പൊങ്കാലിടുന്നത്. ആ ഒരു ചിന്ത ധർമ്മന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ആര്യം വന്നിട്ട് പറഞ്ഞു, എന്താളും കൊള്ളാം, അച്ഛൻ പൊളിച്ചെന്ന് പറയാണ്. അവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടത് ആ അലോകിനൊക്കെ. അത് കേട്ടോണ്ട് വന്ന ആകാശവാണി, അത് ശരിയാന്ന് പറയണം. നല്ലൊരു കൊട്ടും കൂടെ കൊടുക്കേണ്ടതായിരുന്നു. ഇത്രയ്ക്കൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആനന്ദേണ്ട കല്യാണത്തെ കുറിച്ചെന്ന് പറയണം. പിന്നീട് ബാലൻ പറഞ്ഞു, ഇവിടെ കണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യണം. എപ്പോഴും എല്ലാത്തരത്തും എന്റെ കണ്ണ് എത്തിന്ന് വരത്തില്ല. ഒന്നിനും ഒരു കുറവും വരുത്തല്ല. പറഞ്ഞു കേട്ടല്ലോ, ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന കല്യാണം എന്നൊക്കെ പറഞ്ഞ് ബാലിനൊരു ഉപദേശം കൊടുത്തിട്ട് ബാലൻ അങ്ങോട്ടേക്ക് കയറി പോവാണ്. പിന്നീട്
ധർമ്മനെ കൃഷ്ണമംഗലത്തേക്ക് വിളിപ്പിക്കുകയാണ് നന്ദിനി. നന്ദിനി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പം ധർമ്മൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സാവിത്രിയമ്മ പറഞ്ഞു, അല്ല എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ അവിടെ? അവരെ അവരൊക്കെ എന്തെടുക്കണം ചോദിക്കുക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ലെന്ന് ചോദിക്കണം. ഗോമതിയോ? ഗോമതി ചേച്ചിക്ക് കുഴപ്പമില്ല, ഭയങ്കര സന്തോഷത്തിലാണ്. കല്യാണം അല്ലേ നടക്കാൻ പോകുന്നേ, കല്യാണം നടക്കാൻ പോകുന്നതിൻ്റെതായ സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറയാം. മിത്രമോൾക്കോ? അവൾക്കോ ഒരു കുഴപ്പമില്ല. ദേ അമ്മ അതാ കാര്യം ഒന്ന് ഓർത്ത് വിഷമിക്കണമെന്ന് പറയാം. അല്ല ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാന്ന് ചോദിക്കുക. അവളിപ്പൊ തന്നെ വരും, അവളോട് തന്നെ നീ ചോദിച്ചു നോക്കാൻ പറയണം. ഈ സമയത്ത് രാജശ്രീ അങ്ങോട്ട് വന്നേ. ധർമ്മനെ കണ്ടു കഴിഞ്ഞപ്പോ രാജശ്രീ ചോദിച്ചു, ഭയങ്കര കല്യാണമേളമാന്ന് അറിഞ്ഞില്ലാടാന്ന് പറയാം. പിന്നെ അല്ലാതെ അടിപൊളി കല്യാണം വരാൻ പോണേന്ന് പറയാം. കല്യാണം നടന്നത് തന്നെ എന്ന് രാജശ്രീ പറയണം. മനസ്സിൽ പറയാ, പുറമെ ഉറക്കെ പറയാൻ പറ്റില്ലല്ലോ. ആ സമയം ധർമ്മം പറഞ്ഞു, ഇവിടെ നിന്നാലും കല്യാണ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പറയാം. ആർക്ക് കാണണം കല്യാണം? അതിന് നടക്കാത്ത കാര്യം കല്യാണം കാണേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കുക. എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? നമുക്ക് കാണാം, കല്യാണം നടക്കുമല്ലേ നമുക്ക് കാണാന്ന് പറയണം. ഒത്തിരി അങ്ങോട്ട് അഹങ്കരിക്കണമെന്ന് പറഞ്ഞുതരാ ഗോമതിയോട്. ഇത് കേട്ടതും സാവിത്രിയും പറഞ്ഞു, നിനക്ക് എന്താ രാശ്രീ, ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്ന സമയത്താണോ ഇങ്ങനെയൊക്കെ പറയണേ? നിന്റെ നാവൊന്നും നിനക്ക് അനക്കാതെ വെച്ചുകൂടെ? എന്തിനാ നീ ഇതുപോലെ വർത്താനമൊക്കെ പറയണേ? നിന്റെ മകന്റെ കല്യാണം മുടങ്ങിയെന്ന് ഓർത്തോണ്ട് ബാക്കി എല്ലാവരുടെയും കല്യാണം മുടങ്ങണമെന്ന് നീ ഇങ്ങനെ പറയണൊക്കെ കുറച്ച് കഷ്ടമായിട്ടുള്ള കാര്യം കേട്ടോ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോ രാശ്രീ പറഞ്ഞു, ഓ ഞാൻ പറഞ്ഞാ കുറ്റമല്ലേ, അപ്പൊ കാണിച്ചു കൊടുത്തതിനും കുഴപ്പമില്ല. അവര് ചെയ്ത എന്താണെന്നറിയാലോ. അമ്മ ഇത്ര ഒളിച്ചോടിയതുകൊണ്ടാ എന്റെ മോന്റെ കല്യാണം കൂടെ നടക്കാതെ പോയത്. അതിവിടെ ആരും പറയുന്നില്ല. എപ്പോഴും അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവർക്ക് കൂടെ നിൽക്കാൻ ഇവിടെ എല്ലാവർക്കും താല്പര്യം. ഇവിടെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്ത് വന്ന് ഭവിച്ചോട്ടെ, എന്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെയായാലും അവർക്ക് നല്ലത് വരണം എന്ന് ചിന്തിക്കുന്ന ഈ കുടുംബത്തിലുള്ള. പിന്നെ ഇങ്ങനെ കുടുംബം നന്നാകുന്നേ എന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ട് രാശ്രീ അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കാണ് നന്ദിത അങ്ങോട്ടൊരു കവറൊക്കെ ആയിട്ട് വന്നേ. അല്ല ഇതെന്താ വെച്ചി കവറൊക്കെ ആയിട്ട്? നീ ഈ കവർ കൊണ്ടുപോയി മിത്രയ്ക്ക് കൊടുക്കണമെന്ന് പറയണം. മിത്രയ്ക്ക് കൊടുക്കാനാ? എന്താ? അല്ല കല്യാണമൊക്കെ അല്ലേ വരുന്നേ, കല്യാണമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അവൾക്ക് ഞാൻ ഇത് കൊടുക്കുവാന്ന് പറയണേ. ഇതിനകത്ത് എന്താ കാര്യമായിട്ടുള്ളേ? ഇനിയിപ്പോ എന്താ വല്ല പലഹാരമൊക്കെ ഉണ്ടാക്കിയതാണോ നിൽക്കും? പലഹാരമൊന്നും അല്ലെന്ന് പറയും. എന്നാ പിന്നെ ഡ്രസ്സായിരിക്കും കല്യാണത്തിനിടാനുള്ള. അതിന്റെ ആവശ്യമൊന്നുമില്ല ചേച്ചി, കല്യാണത്തിനിടാനുള്ള ഡ്രസ്സൊക്കെ ഇതേ അളിയൻ എടുത്തിട്ടുണ്ട്, അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. പെട്ടെന്ന് തന്നെ നന്ദിന്ന് പറഞ്ഞു, അത് ഡ്രസ്സൊന്നും അല്ലാന്ന് പറയണം. ഈ സമയം അവനത് തുറന്നു നോക്കണം. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും 2-3 ജ്വല്ലറി ബോക്സ്, അതിനകത്ത് കുറെ സ്വർണ്ണമൊക്കെ ഉണ്ട്. ഇതെന്താ ചേച്ചി സ്വർണ്ണോ? അയ്യോ എനിക്ക് പേടിയാ, ഇതെന്തിനാ എന്റെ തന്നെന്ന് ചോദിക്കാം. ഇത് നീ മിത്രയ്ക്ക് കൊണ്ടേ കൊടുക്കണോന്ന് പറയാം. മിത്രയ്ക്ക് കൊണ്ടേ കൊടുക്കാനോ? വേണ്ട വേണ്ട, എനിക്ക് പേടിയാ, എന്റെ പൊന്നി ചേച്ചി എന്നെ ചതിക്കില്ലേന്ന് പറയാണ്. എന്താടാ ഞാൻ തന്നുവിട്ടാ നിനക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റില്ലേന്ന് ചോദിക്കാണ്. അല്ല ഇതെവിടുന്ന ഈ സ്വർണം? അവൾക്കുള്ള സ്വർണം നേരത്തെ കൊടുത്തല്ലേന്ന് ചോദിക്കും. ഇത് കുറച്ച് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, റിസപ്ഷന്റെ സമയത്തൊക്കെ ഇടാനായിട്ടുള്ള വേറെ ആയിരുന്നു വെച്ചിരുന്നേ, കല്യാണത്തിന്റെ വെച്ചിരുന്ന കൂടെ വെച്ചില്ലായിരുന്നു. ആ സ്വർണ്ണമാണ് ഇതെന്ന് പറയണം. അപ്പൊ ഇത് രാശ്രീ മാറി എന്ന് കണ്ടു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. വീണ്ടും സ്വർണം കൊടുത്തു വിടാനായിട്ടുള്ള പുറപ്പെടാം. രാശ്രീ പറന്നങ്ങോട്ട് വന്നു. ആഹാ, അപ്പൊ വീണ്ടും കൊണ്ടേ സ്വർണം കൊടുത്തു വിടാനല്ലേ? അല്ല ചേച്ചി ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു, അതെ ഞാനിത് അവൾക്ക് കൊടുത്തു വിടാനാ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അല്ല ഇപ്പൊ എന്തിനാ ഇത് കൊടുത്തു വിടുന്നേ? എന്റെ മകൾക്ക് ഞാൻ സ്വർണം കൊടുത്താൽ നിനക്കെന്താ രാശ്രീ എന്ന് ചോദിക്കാം. അപ്പൊ കിട്ടിയതൊന്നും ചേച്ചിക്ക് പോരല്ലേ? നേരത്തെ കൊടുത്തു വിട്ടും പോരഞ്ഞിട്ട് വീണ്ടും കൊടുത്തു വിടും അല്ലേന്ന് ചോദിക്കും. ആഹാ, അന്നാ ഇത് ഞാൻ എന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ കാര്യം. പെട്ടെന്ന് സാവിത്രിയമ്മ പറഞ്ഞു, നിനക്ക് എന്താ രാശ്രീ? നിനക്ക് എന്തിനു കേടാ? മിത്രയ്ക്ക് അവള് സ്വർണം കൊടുക്കുന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ? അവൾക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ, എപ്പോഴാണെങ്കിലും അവൾക്കുള്ളതെല്ലാം മിത്രയ്ക്കുള്ളതാ. പിന്നെ നീ എന്തിനാ ഇതിനകത്ത് ഇടങ്കോലിടുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രാശ്രീ പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കയറി പോവാണ്. ആ സമയം ധർമ്മം പറഞ്ഞു, ദേ ഏട്ടന്മാര് വന്നു കഴിയുമ്പോ ഇതൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാക്കും. നന്ദി ചേച്ചി ഇതങ്ങോട്ട് മേടിച്ചു വെച്ചോ, ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് പറയണ. എടാ കുഴപ്പമൊന്നുമില്ല, നീ ധൈര്യമായിട്ട് കൊണ്ടേ കൊടുത്തോ, ഇതിന്റെ പേരില് ഇവിടെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആ കാര്യത്തിൽ നിനക്കൊരു ഭയവും വേണ്ടെന്ന് പറയണം. പിന്നീട് ആ സ്വർണം ധർമ്മന്റെ കൊടുത്തു വിടുകയാണ്. ധർമ്മൻ ആ സ്വർണ്ണമൊക്കെ പിടിച്ച് നേരെ വീട്ടിലേക്ക് കയറി വരുമ്പോ ഹാളില് ബാലനും മിത്ര മീനാക്ഷിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കണം. ഗോമതിയുണ്ട്. ധർമ്മനെ കണ്ടപ്പോൾ ചോദിച്ചു, നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നാന്ന് ചോദിക്കും. എന്താളീ അങ്ങനെ പറഞ്ഞേ? അല്ല എത്ര സമയായി? എടാ ഇവിടെ പണികളും കാര്യങ്ങളൊക്കെ 100 കൂട്ടം കിടക്കുന്നു, കല്യാണം അങ്ങ് വരുക. അപ്പൊ നിന്നോട് പറഞ്ഞില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണമെന്ന്? നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? നീ ഇതൊക്കെ നോക്കി നടത്തണ്ടേന്ന് ചോദിക്കും. അത് പിന്നെ അളിയ ഞാൻ വീട്ടിൽ പോയതായിരുന്നു പറയണം. ഹോ, അതിന്റെ ഇടയ്ക്ക് അവൻ വീട്ടിലേക്ക് ഓടിയിരിക്കുന്നു. അളിയൻ പോകണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലോ, എനിക്ക് ഈ കുടുംബം പോലെ തന്നെയല്ലേ അതൊന്ന് ചോദിക്കാണ്. അല്ല ഇപ്പൊ അത്യാവശ്യപ്പെട്ട് പോകാൻ കാരണം എന്താ? അതെന്നെ നന്ദിനേച്ചി വിളിച്ചിട്ടാന്ന് പറയണം. നന്ദിത വിളിച്ചെന്നോ? അതെ നന്ദിനേച്ചി വിളിച്ചിട്ടാന്ന് പറയണം. അപ്പൊ ഒരു കൈ കവറുണ്ടായിരുന്നു, ആ കവർ അങ്ങോട്ട് മിത്രയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിനക്ക് നിന്റെ അമ്മ തന്നാന്ന് പറയണം. അമ്മ തന്നോ? എനിക്കോ? ഒരു നിമിഷം മിത്ര അന്തം വിട്ടുപോയി.
അല്ല എന്താന്ന് ചോദിക്കണം. നീ തുറന്നു നോക്ക്. എനിക്കറിയത്തില്ല. തുറന്നു നോക്കിയാലേ അറിയത്തുള്ളൂ എന്താന്നുള്ളത്. അപ്പോഴേക്കുമാണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യനും കേട്ട് ഈ പറയുന്നതൊക്കെ. ആ സമയം മീനാക്ഷി പറഞ്ഞു, എന്താന്ന് തുറന്നു നോക്ക്. ഡ്രസ്സാണോ എന്താന്ന് അറിയത്തില്ല എന്ന് പറയണം. തുറന്നു നോക്കാനായിട്ട് പറയണം. ആ സമയം മിത്ര പറഞ്ഞു, വേണ്ട മാമ, ഇനി വേണ്ട, ഇനിയിപ്പോ പ്രശ്നം ഉണ്ടായാലോ, എന്താന്ന് തുറന്നു നോക്കിയാലേ അറിയത്തുള്ളൂ. അവസാനം മിത്ര തുറന്നു നോക്കണം. തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അത് കുറെ സ്വർണം. ഇത് കണ്ടപ്പോഴത്തേനും മിത്ര പറഞ്ഞു, മാമ ഇത് ഹ ഇത് നിന്റെ അമ്മ തന്നു കേട്ടാ. കഴിഞ്ഞ ദിവസം ഇവിടെ മീനാക്ഷിയുടെ അമ്മ മീനാക്ഷിക്ക് കൊണ്ട് സ്വർണം കൊടുത്തില്ലേ, അപ്പൊ കല്യാണത്തിന്റെ സമയത്ത് നീ കഴുത്തലും കാതലും ഒന്നുമില്ലാതെ നിൽക്കേണ്ട വരുമല്ലോ എന്ന് കരുതി തന്നു വിട്ടാന്ന് പറയണം. ഇത് കേട്ടോണ്ട് നിന്ന് ആരിന് ആകെപ്പാടെ ഒരു നെഞ്ചിടിപ്പേറി. മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മിത്ര പെട്ടെന്ന് പറഞ്ഞു, വേണ്ട മാമ, ഇതൊന്നും വേണ്ട, ഇത് തിരികെ കൊണ്ട് അമ്മയുടെ കൊടുത്തേരെ. ഇനിയിപ്പൊ ഇത് തന്നതിന്റെ പേരില് അടുത്ത പ്രശ്നം അതായിരിക്കും എന്ന് പറയാണ്. അതൊന്നും കാര്യാക്കേണ്ടതില്ല, നീ ഇത് വെച്ചോളാൻ പറയാണ്. ചേച്ചി തന്നു വിട്ടാലേ എനിക്കിത് തിരിച്ചു കൊണ്ട കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാം. എന്നാലും ആ സമയത്ത് ആര്യം വന്നിട്ട് പറഞ്ഞു, മിത്രേ, നീ ആ കവറ് മാമന്റിയിലേക്ക് കൊടുക്ക്, മാമൻ കൊണ്ടേ കൊടുക്കട്ടെ എന്ന് പറയാണ്. നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, എന്താടാ അങ്ങനെ പറഞ്ഞേ? ഇതിനു മുമ്പ് കുറെ സ്വർണം കൊണ്ടുവന്നായിരുന്നല്ലോ, എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്യുന്ന ചോദിക്കുക. അന്ന് നീ ആ തിരിച്ചു കൊടുക്കുവായിരുന്നെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ എന്തിനാണ് നീ തിരിച്ചു കൊടുക്കാനായിട്ട് ഇത്ര വ്യഗ്രത കാണിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും എന്തോ മറുപടി പറയണമെന്ന് അറിയത്തില്ല, ആര്യം നിൽക്കുക. അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. ഇനിയിപ്പൊ കല്യാണ ഒരുക്കങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. കല്യാണത്തിന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങളും അതൊക്കെ ആയിരിക്കും ഇനി ഈ ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. അതോടൊപ്പം തന്നെ ബാക്കി ആദർശിന്റെയും നയനയുടെയും മീനാക്ഷിയുടെയും ഗോമതിയുടെയും വിശേഷങ്ങളും കൂടാതെ എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വൈകുന്നേരത്തെ പ്രൊമോ വിശേഷങ്ങൾ എല്ലാവരും തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാവരും മറക്കാതെ കയറി കാണണേ. അതോടൊപ്പം തന്നെ ഇതിന്റെയൊക്കെ ഫുൾ വിശേഷങ്ങൾ നാളെ രാവിലെ തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.